Good morning. Good morning, ma'am. Okay, നിങ്ങളുടെ പ്രോഗ്രാം ഒക്കെ എന്തായി ചെയ്തു തുടങ്ങിയോ? ഈ ആഴ്ചക്കുള്ളിൽ തീർക്കുക കേട്ടോ. ഈ ആഴ്ച ഫുൾ എടുക്കാം, ഫിനിഷ് ചെയ്യുക. അടുത്ത മൺഡേ ഓൺവേർഡ്സ് ഞാനത് ഇവാലുവേറ്റ് ചെയ്യും. അത് ഗ്രേഡ് ആയിരിക്കും. നിങ്ങളുടെ കുട്ടികളുടെ പിള്ളേർക്ക് അവരെ നിങ്ങളുടെ ടീച്ചറുടെ അടുത്തേക്ക് പാസ് ചെയ്യുന്നതാണ്. അപ്പൊ അതിന് മുമ്പായിട്ട് കംപ്ലീറ്റ് തീർക്കുക. തേർഡ് മൊഡ്യൂൾ വരെയുള്ള തീർത്താൽ മതി. തേർഡ് മൊഡ്യൂൾ വരെയുള്ള എല്ലാ പ്രോഗ്രാമും തീർക്കുക. ഓക്കെ, കുറെ പെൻഡിങ് ഉണ്ട്. ആദ്യത്തെ കുറച്ചെണ്ണം മാത്രമേ എല്ലാവരും സബ്മിറ്റ് ചെയ്തിട്ടുള്ളൂ. ബാക്കി ഇഷ്ടം പോലെ പെൻഡിങ് ഉണ്ട്. സോ ഡു ഇറ്റ് ആസ് ഫാസ്റ്റ് ആസ് പോസിബിൾ. എസ്ആർ REB എന്ന ഫംഗ്ഷൻ ആ കമ്പൈലർ വർക്ക് ചെയ്യുന്നില്ല. മൊബൈലിലെ ചെറിയ കമ്പൈലർ അല്ല, അതുകൊണ്ട് വർക്ക് ചെയ്യാത്ത. അപ്പൊ ആ ഒരു പ്രോഗ്രാം ആ എസ്ആർ REB ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ പിന്നീട് ലാബ് കിട്ടുമ്പോൾ ചെയ്ത് നോക്കിയാൽ മതി. ഡെസ്ക്ടോപ്പിലെ വേറെ വേർഷനിൽ വർക്ക് ചെയ്യും, മൊബൈലിൽ വെച്ച് വർക്ക് ചെയ്യുന്നില്ല, ഇതിൽ വർക്ക് ചെയ്യുന്നില്ല. ഡെസ്ക്ടോപ്പ് വേർഷനിലൊക്കെ ഒന്നും കുഴപ്പമില്ല. കമ്പൈലർ കുറച്ച് വലുതാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഈ മൊബൈൽ ഉപയോഗിച്ച് ചെയ്യുന്നവർ അത് ചെയ്യണ്ട. ആ രണ്ട് പ്രോഗ്രാം വർക്ക് ചെയ്യുന്നതാണ്, അത് ചെയ്യണ്ട. പിന്നീട് ലാബ് കിട്ടുമ്പോൾ കോളേജ് തുറന്ന് ലാബ് കിട്ടുമ്പോൾ ആ പ്രോഗ്രാം മാത്രം ചെയ്ത് നോക്കുക. ഓക്കെ, എന്തെങ്കിലും ഉണ്ടോ? So shall we start? Okay. Am I audible now? Ma'am, audible ആണ്. Okay. So today we'll start with functions. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫംഗ്ഷനെ കുറിച്ച് ജസ്റ്റ് ഒരു ബ്രീഫ് നോക്കിയിരുന്നു. ഇന്ന് we'll learn more about a function. First we'll see what are the elements of a function. Function എന്ന് വെച്ചാൽ എന്താ? It is a self-contained block to do a particular task. നമ്മൾ പറയുന്ന ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് സെൽഫ് കണ്ടെയ്ൻഡ് ആയ ബ്ലോക്ക് ആണ് ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. Okay, a function has a set of elements. Basically it has three elements. One is function definition, second one is function call, and third one is function declaration. Function definition എന്താ? ഫംഗ്ഷൻ എഴുതുന്നതിനാണ് function definition എന്ന് പറയുന്നത്. So we are writing what a function is inside function definition. Inside function definition we will write what a function is, how all things are defined in a function, what this function is doing. All those things we will be writing in function definition. Then if a function is defined, it is not called. What happened? It will be defined, it will show there. Function execute എപ്പോഴാ? Function വിളിക്കുമ്പോൾ മാത്രമേ execute ചെയ്യുള്ളൂ. That is known as function call. Okay. Third one is function declaration. Function declaration is to tell the compiler that such a function exists in your program. Is these things clear? Function definition means we are defining a function. That is where we are writing what the function is doing. ഈ function എന്താണ് ചെയ്യുന്നത്, function purpose എന്താണ്, അതിന്റെ വർക്ക് എന്താണെന്ന് പറയുന്ന സ്ഥലമാണ് function definition. Okay. This is function definition. Function definition ആണ് function എന്താണ് ചെയ്യുന്നത് എഴുതുന്നത്. Look at this one. This is a function to do multiplication. Which function ആണ്? To know what a function is. Function is doing multiplication. Then the int a and b. Multiply രണ്ട് argument വേണം. These are known as arguments. A and b are arguments. And it has a return value. Return value ആണ് ഈ കൊടുത്തേക്കുന്നത്. This is known as local variable. അതിനുള്ള ഫംഗ്ഷൻ എഴുതി ഫംഗ്ഷൻ റിട്ടേൺ ചെയ്തു. ഇതാണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഇവിടെയാണ് ഫംഗ്ഷൻ വിളിക്കുന്നത്, ഫംഗ്ഷൻ കോൾ. വി ആർ കോളിംഗ് ഫംഗ്ഷൻ വിത്തിൻ മെയിൻ, വിത്തിൻ അനദർ ഫംഗ്ഷൻ. എവിടെ നിന്ന് വേണമെങ്കിലും വിളിക്കാം. ഇറ്റ് ഷുഡ് ബി ഫ്രം എ ഫംഗ്ഷൻ. മെയിനിൽ നിന്ന് വിളിക്കാം, അല്ലെങ്കിൽ വേറെ ഫംഗ്ഷനിൽ നിന്ന് വിളിക്കാം. ഓക്കെ, ദിസ് ഫംഗ്ഷൻ കോൾ. ഫംഗ്ഷൻ വിളിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഒന്നും സംഭവിക്കില്ല. ഫംഗ്ഷൻ വർക്ക് ചെയ്യണമെങ്കിൽ ഇത് വർക്ക് ചെയ്യണമെങ്കിൽ ഫംഗ്ഷൻ വിളിച്ചിരിക്കണം. ഫംഗ്ഷൻ വിളിച്ചാൽ മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ. അടുത്ത ഫംഗ്ഷൻ ഡിക്ലറേഷൻ ആണ്. ഫംഗ്ഷൻ ഡിക്ലറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പൈലറോട് പറയാണ് ഞാൻ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് വാല്യൂസ് ഒന്നും വേണ്ട. ഫംഗ്ഷന്റെ പേര് മൾട്ട് എന്നാണ്, രണ്ട് ആർഗ്യുമെന്റ് ഉണ്ട്, രണ്ട് ഇന്റിജേഴ്സ് ആണ്, റിട്ടേൺ വാല്യൂ ഉണ്ട്, അത് ഇന്റ് ആണ്. ഇത് എന്തൊക്കെയാണെന്ന് മാത്രം കൊടുത്താൽ മതി. ദിസ് ഇസ് നോട്ട് റിക്വയർഡ് ഇഫ് യു ആർ റൈറ്റിംഗ് ദ ഫംഗ്ഷൻ ബിഫോർ മെയിൻ. മെയിന് മുമ്പായിട്ട് ഫംഗ്ഷൻ എഴുതുകയാണെങ്കിൽ ഫംഗ്ഷൻ ഡിക്ലറേഷൻ ആവശ്യം. ഇറ്റ്സ് റിക്വയർഡ് ഓൺലി വെൻ വി റൈറ്റ് ഫംഗ്ഷൻ ഡിക്ലറേഷൻ ആഫ്റ്റർ ദ മെയിൻ ഫംഗ്ഷൻ. എന്തുകൊണ്ടാണ്? കമ്പൈലർ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് മെയിൻ ഫംഗ്ഷൻ മുതലാണ്. മെയിൻ ഫംഗ്ഷൻ വരുമ്പോൾ കമ്പൈലർ കണ്ടിട്ടുണ്ടെങ്കിൽ കംപ്ലൈന്റ് പറയില്ല. അതർവൈസ് ദ കമ്പൈലർ വിൽ റേസ് ആൻ എറർ.
In order to suppress the error, we have to declare the function using the function prototyping. Okay. So now we are seeing the definition of a function. Function define. Function definition വരുമ്പോൾ function header ഉണ്ടാവും, function body ഉണ്ടാവും. Okay. Function header has function name, function type, and list of parameters. The function name എന്താ? Function name. This is function name. Okay. This is the name of the function. This is our name of the function. ഇതാണ് name of the function. This is what is function name. Okay. Function type. Function type. ഇത് ഈ function type എന്താ? It is integer. Function type. This is a int. This is function type. This is a function type. Okay. List of parameters. Function എന്തെല്ലാം arguments അഥവാ parameters കൊടുക്കുന്നുണ്ട്. That is a and b. A and b. These are the parameters. These are the parameters of this function. ഇതാണ് ഫംഗ്ഷന്റെ ഹെഡ്. These three things are known as function head. ഫംഗ്ഷന്റെ പേരിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഫംഗ്ഷൻ ഹെഡ് എന്ന് പറയുന്നത്. This is function body. All this part is function body. Okay. This is known as function body. Function body എന്തെല്ലാം വരാം? We can declare local variables. That is a variable which is applicable only to the function. ഈ ഫംഗ്ഷന് വേണ്ട വേരിയബിളിനാണ് ലോക്കൽ വേരിയബിൾ എന്ന് പറയുന്നത്. M. This is the local variable. Local variable declaration. This is local variable declaration. Okay. In your function statements, whatever statements we want, we can write. എത്ര statements വേണമെങ്കിലും ഇടയിൽ എഴുതാം. അവസാനം റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് വേണ്ടി കൊടുക്കാം. റിട്ടേൺ എന്ന കീവേഡ് വെച്ച് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാം. That is return statement. These are the parts of function definition. Is it clear? Function has a header and function has a body. Function header ഉണ്ടാവും, body ഉണ്ടാവും. Function header ഉണ്ടാവും, function body ഉണ്ടാവും. Header എന്ന് പറഞ്ഞാൽ എന്താ? This is the header. ഈ ഒറ്റ ലൈനാണ് header എന്ന് പറയുന്നത്. Okay. Body എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഇത് ഫംഗ്ഷന്റെ ബോഡിയാണ്. This is known as function body. Okay. Function headerല്ല function name ഉണ്ടാവും. Function name എന്താ ഇവിടെ? Function name is mult. Function return type എന്താ? It is integers. Parameters of a and b. Okay. Local variable declare ചെയ്യുന്ന local variables int m. M is a local variable. Statement എന്താ? M equal to a into b. This is a statement. Return statement the return m. This is how a function definition works. Function definition part എന്തൊക്കെയാ വന്നേ? Function header ഉണ്ട്, function body ഉണ്ട്. Function എല്ലാം പാർട്ട് ഉണ്ട്. തൊട്ടുമുമ്പ് സൈഡ് നോക്കിയേ. function definition ഉണ്ട്, function call ഉണ്ട്, function declaration ഉണ്ട്. ആദ്യം നമ്മൾ പറഞ്ഞ function definition ആണ്. Function definitionനകത്ത് function name ഉണ്ട്, function type and list of parameters. Same way we have function body. It has local variable declaration, function statements as well as return statements. Is it clear? Okay. Now this is a general format of a function definition. Function type, function name, parameter list. This is function header. Then we have a local variable declaration, set of statements, return statement. That is general format of a function definition. Function header ഉണ്ടാവും, function body ഉണ്ടാവും. Function headerൽ function type വേണം, function പേര് വേണം, എത്ര parameters ഉണ്ട് അതെല്ലാം വേണം. Function bodyയിലോ curly bracketലെ function തുടങ്ങുക, അത് curly bracketൽ അവസാനിക്കും. അതിനുള്ള ലോക്കൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. ലോക്കൽ വേരിയബിൾ എപ്പോഴും ആദ്യം വേണം ഡിക്ലെയർ ചെയ്യാൻ. വി കനോട്ട് റൈറ്റ് ലോക്കൽ വേരിയബിൾ ഇൻസൈഡ് ദിസ്. നമ്മൾ മെയിനിൽ എഴുതുമ്പോൾ എങ്ങനെ? ആദ്യമേ വേരിയബിൾ ഡിക്ലറേഷൻ, അത് കഴിഞ്ഞിട്ട് സ്റ്റേറ്റ്മെന്റ് പറ്റുള്ളൂ. വി കാൺ ഡിക്ലെയർ എ വേരിയബിൾ ഇൻസൈഡ് ദ പ്രോഗ്രാം. ഓക്കെ. ഒരു എക്സിക്യൂട്ടീവ് സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞിട്ട് വേരിയബിൾ എഴുതാൻ പറ്റില്ല. വേരിയബിൾ എപ്പോഴും ആദ്യം വേണം എഴുതാൻ. ക്ലിയർ? Then at the end we have a return statement. ഓക്കെ. ആരോ മൈക്ക് ഓൺ ആക്കി ഇട്ടല്ലോ, എന്താണ്? ഒന്നുമില്ല അല്ലേ? So at the end we can have a return statement. This is the general format of a function definition. It's very important. So learn it. So in the general format എന്തെല്ലാം വരും? Function type വരും, function പേര് വരും, parameters വരും. These are function headers. Now function body ലെ local variable declaration ഉണ്ടാവും, set of statements, and finally we have a return statement. Okay. Now we are going to learn about function declaration. Function declaration, it is the another name for function declaration is function prototype. Okay. It is not essential if you write function before main. Main മുമ്പായിട്ട് എഴുതുകയാണെങ്കിൽ അതിന് ആവശ്യമില്ല. മെയിൻ കഴിഞ്ഞിട്ട് എഴുതണമെങ്കിൽ ഇത് ആവശ്യമുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഫംഗ്ഷൻ ഡിക്ലറേഷൻ ഓർ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ്. ആദ്യം പറഞ്ഞ ഫംഗ്ഷൻ ഡെഫിനേഷനാണ് ഫംഗ്ഷൻ എഴുതുന്നത്. ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്റ് വേരിയബിൾ ഡിക്ലെയർ ചെയ്യില്ലേ, അതേപോലെ ഡിക്ലെയർ ചെയ്യുന്നതാണ് ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതാണ് ഫംഗ്ഷൻ ഡിക്ലറേഷൻ. അതിന് വേറെ പേരാണ് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ്. പ്രോട്ടോടൈപ്പിംഗ് ഓഫ് എ ഫംഗ്ഷൻ. ഫംഗ്ഷൻ എങ്ങനെയാണ് ഇരിക്കുന്നത്, അതിന്റെ സ്ട്രക്ചർ എന്താണ്, ഒരു ബിൽഡിങ്ങിന്റെ സ്ട്രക്ചർ പറയുന്ന പോലെ ഒരു ഫംഗ്ഷന്റെ സ്ട്രക്ചർ എന്താണ്, അതാണ് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ്.
ആ ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നു എന്ന് വേണ്ട, അതെന്താണ് ടൈപ്പ്, പേരെന്താണ്, പാരാമീറ്റേഴ്സ് എന്താണ്, ഇത്രയും കാര്യങ്ങൾ മാത്രം മതി. ഓക്കെ, സോ ദിസ് ഇസ് ദ ഫോർമാറ്റ്: ഫംഗ്ഷൻ ടൈപ്പ്, ഫംഗ്ഷൻ നെയിം, പാരാമീറ്റർ ടൈപ്പ്. നമ്മൾ നേരത്തെ പറഞ്ഞാണെങ്കിലോ ഫംഗ്ഷൻ ടൈപ്പ് ഇന്റ് ആണ്, ഫംഗ്ഷന്റെ പേര് മൾട്ട് ആണ്, പാരാമീറ്റേഴ്സ് രണ്ടും ഇന്റിജേഴ്സ് ആണ്. എ ബി ഒന്നും വേണ്ട, പാരാമീറ്റർ പേരൊന്നും വേണ്ട, എന്താണ് പാരാമീറ്റേഴ്സ് മാത്രം മതി. പേര് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, പേര് ആവശ്യമില്ല. പേര് എഴുതിയാലും വി ക്യാൻ ഓൾസോ റൈറ്റ് ലൈക്ക് ദിസ്. ഫംഗ്ഷൻ പേര് അങ്ങനെ എഴുതാം, അതിനും തെറ്റൊന്നുമില്ല. മൾട്ട് int a comma int b എന്ന് എഴുതാം. There's no problem in that. This is semicolon. Look at here. Here we have to write a semicolon. Semicolon എഴുതണം, കാരണം ഇത് ഡിക്ലറേഷൻ ആണ്. നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ സെമിക്കോളൻ എഴുതില്ലേ? ഇപ്പൊ ഇന്റിജർ ഡിക്ലറേഷൻ, ഇന്റിജർ എക്സ് വൈ സെഡ് എന്ന് ഡിക്ലെയർ ചെയ്യുന്നു, എക്സ് കോമ വൈ കോമ സെഡ്, അത് സെമിക്കോളൻ എഴുതുന്നു. ഇതേപോലെയാണ് ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുന്നത്. ഇത് ഇതിൽ കൂടെ തന്നെ വേണം എഴുതാൻ. ഫംഗ്ഷൻ വൺ പേര് കൊടുത്തു int. ഓക്കെ, this is how we declare a function. വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന പോലെ അതേപോലെ വേണം, അതേ സ്ഥലത്ത് വേണം ഫംഗ്ഷൻ ഡിക്ലെയർ എഴുതാനായിട്ട്. ഓക്കെ, another name for function declaration is function prototyping. Now function prototyping has 4 parts. One is function type, second is function name, third is parameter list, and we have a terminating semicolon. There should be a semicolon. ഇത് ഫംഗ്ഷൻ ഡെഫിനിഷൻ ഉണ്ടായിരുന്നില്ല. ഫംഗ്ഷൻ ഡെഫിനിഷൻ ചെയ്യുമ്പോഴാണ് നമ്മൾ സെമിക്കോളൻ എഴുതുന്നില്ല, കാരണം ഫംഗ്ഷൻ എഴുതുന്നത് എവിടെയാണ്. ശ്രദ്ധിക്കുക, എപ്പോഴും നമ്മൾ എഴുതുന്ന സ്ഥലത്ത്, നമ്മൾ ഫംഗ്ഷൻ എവിടെയാണ് എഴുതുന്ന സ്ഥലത്ത് സെമിക്കോളിന്റെ ആവശ്യമില്ല. പക്ഷെ വിളിക്കുന്ന സമയത്തോ വേറെ റീയൂസ് ചെയ്യുന്ന സമയത്തോ എപ്പോഴും സെമിക്കോളൻ. ക്ലിയർ? സോ ദിസ് കണ്ടെയ്ൻസ് ടെർമിനേറ്റിംഗ് സെമിക്കോളൻ. നമ്മൾ ഫംഗ്ഷന്റെ പേര് അതുപോലെ എടുത്ത് എഴുതി കഴിഞ്ഞാൽ ഫംഗ്ഷൻ ഡിക്ലറേഷൻ ആയി. പക്ഷെ ഹിയർ വി നീഡ് ടു റൈറ്റ് എ സെമിക്കോളൻ ടു. ക്ലിയർ? ഓക്കെ, ദിസ് ഇസ് ഹൗ. Now നെക്സ്റ്റ് പാർട്ട് എന്താ? ഫംഗ്ഷന്റെ കോൾ ആണ്. ഫംഗ്ഷൻ 3 പാർട്ടാണ് ഉള്ളത്. ഫംഗ്ഷൻ ഡെഫിനിഷൻ, രണ്ടാമത് ഫംഗ്ഷൻ ഡിക്ലറേഷൻ, മൂന്നാമത് ഫംഗ്ഷൻ കോൾ. We can call the function inside any function. Any function, main is also a function. മെയിൻ്റെ അകത്ത് വിളിക്കാം, അതല്ല വേറെ ഏത് ഫംഗ്ഷൻ ആണോ അതിനുള്ളിൽ നിന്ന് വിളിക്കാം. ഫംഗ്ഷൻ വിളിക്കുന്നത് എങ്ങനെയാ? വേരിയബിൾ is equal to function name in bracket arguments. This is how we call a function. Variable equal to function name bracket arguments. നേരത്തെ പറഞ്ഞ അതേ ഫംഗ്ഷൻ ആണെങ്കിൽ എന്താണ്? mult p, q, a, b, y equal to mult p, q, x equal to mult 3, 4. This is how we call the variable. Okay, these are here p and q are known as formal parameters and 3, 4 are known as actual parameters. Is that point clear? നമ്മൾ പേര് പറയുകയാണെങ്കിൽ ഫോർമൽ പാരാമീറ്റേഴ്സ് എന്ന് പറയും, p ഉം q. കുറെ ടേംസ് വരുന്നുണ്ട്, അത് ശ്രദ്ധിക്കുക. p and q, a, a, b, x, y. അപ്പോൾ വേരിയബിൾസിന്റെ പേരവിടെ പറയുന്നത്. അപ്പോൾ വേരിയബിൾസ് ഉള്ളിലെ വാല്യൂ അല്ല, വേരിയബിൾസ് പേര് പറയുമ്പോൾ എന്ത് പേര് പറയാ? ഫോർമൽ പാരാമീറ്റേഴ്സ് എന്ന് പറയും, ഫോർമൽ ആർഗ്യുമെന്റ്സ് എന്ന് പറയും. ഓക്കെ, but if you write 3, 4, 5, 6 etc, value പറയുകയാണെങ്കിൽ എന്ത് പറയാ? Actual arguments or actual parameters. Clear? This is a general format of a function call. Function call വരുമ്പോൾ പറയുന്ന പേരാണ് arguments. ഫംഗ്ഷൻ വിളിക്കുമ്പോൾ പറയുന്ന പേരാണ് arguments. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ പറയുന്ന പേരാണ് parameters. ഇതെല്ലാം സെയിം തന്നെയാണ്, ജസ്റ്റ് നെയിമിംഗ് കൺഫ്യൂഷൻ. ഇവിടെ പാരാമീറ്റേഴ്സ് പറയും, അത് തന്നെ ഫംഗ്ഷൻ കോളിൽ വരുമ്പോൾ arguments. ഓക്കെ, hope this is clear. ഞാൻ ഒന്നുകൂടി സമ്മറൈസ് ചെയ്യാം. ഫംഗ്ഷൻ എന്തെല്ലാം ഉണ്ട്? ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യണം, ഫംഗ്ഷനെ ഡിക്ലെയർ ചെയ്യണം, ഫംഗ്ഷനെ വിളിക്കണം. സോ യു ഹാവ് ടു ഡിഫൈൻ എ ഫംഗ്ഷൻ, ഫംഗ്ഷൻ ഡെഫിനിഷൻ, ഫംഗ്ഷൻ ഡിക്ലറേഷൻ ആൻഡ് ഫംഗ്ഷൻ കോൾ. Okay, in the case of definition and as well as declaration, we say function parameters. Bracket ഉള്ളിലുള്ളതിന് പറയുന്ന function parameters ആണ്. When we actually call a function, we name it by function arguments. Argument can be formal arguments if you are saying x, y, z variable names. It can be actual arguments when we write 3, 4 etc. 3, 4 is the actual arguments. PQ എന്ന് പറഞ്ഞാൽ ഉള്ളിലത്തെ വാല്യൂ 3, 4 ആണ്. 3, 4 ആണ് the actual arguments. Okay. Now we can call functions in many different ways. First is call by value and call by address. So we can pass a value 4, 6 value pass here. This is we are calling the value 4 and 6 to the function. വിളിക്കുന്ന സ്ഥലത്തേക്ക് അതിന്റെ values pass ചെയ്യും. ഒന്നുകിൽ വാല്യൂ പാസ് ചെയ്യാം, അല്ലെങ്കിൽ അതിന്റെ അഡ്രസ് പാസ് ചെയ്യാം. സി ആൻഡ് എ ആൻഡ് ബി. ആൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഇസ് ആൻഡ് സ്റ്റാൻഡ്സ് ഫോർ? ആൻഡ് മീൻസ് അഡ്രസ്. വി ക്യാൻ പാസ് വാല്യൂസ് ആസ് വെൽ ആസ് അഡ്രസ്. Okay, so there are two methods for passing values. When we are calling a function, we can pass our arguments in two different ways. One is called by value and second one is called by address. Value and actual values ആണ് പാസ് ചെയ്യുന്നത്. ആക്ച്വലി വാല്യൂ എന്താണ് അതാണ് പാസ് ചെയ്യുന്നത്. ഫംഗ്ഷൻ വാല്യൂ മാറ്റം വരുത്താം, എന്ത് വേണം ചെയ്യാം, പക്ഷെ നമുക്ക് തിരിച്ചു കിട്ടില്ല. പക്ഷെ ഫംഗ്ഷൻ വരുത്ത മാറ്റങ്ങളെല്ലാം ഇവിടെ തിരിച്ചു വരുന്ന എന്ത് വേണം? അഡ്രസ് പാസ് ചെയ്യും. അഡ്രസ് പാസ് ചെയ്യുമ്പോൾ എന്താണ്? അവിടെ എന്ത് തിരിച്ചു വരുത്താലും ഇവിടെ തിരിച്ചു കിട്ടും. Okay, so arrays are passed by address. By default, arrays are passed by address.
ആൻഡ് എ ആൻഡ് ബി അഡ്രസ് പാസ് ചെയ്യാണ്. ഇവിടെ എ അറയിലാണെങ്കിൽ അറേ എന്ന് പറഞ്ഞാൽ അഡ്രസ് ആണ്. അറേ എന്ന് പറഞ്ഞാൽ അഡ്രസ് മൊത്തമായിട്ടാണ് പാസ് ചെയ്യുക. അറേ ഇസ് പാസ്ഡ് ഓൾവേസ് ബൈ അഡ്രസ്. അപ്പൊ അറേ ഉപയോഗിക്കുകയാണെങ്കിൽ ആൻഡ് വേണ്ട, വേരിയബിൾസ് ഉപയോഗിക്കുകയാണെങ്കിൽ ആൻഡ് വേണം. അറേ മീൻസ് ആൻഡ് എ അറേ 0 എന്നാണ് അതിന്റെ മീനിങ്. ഇത് സെയിം ആസ് അറേ. Okay, array എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇറ്റ് സെയിം ആസ് ആൻ അറേ ഓഫ് സീറോസ്. ഫസ്റ്റ് എലമെന്റ് അഡ്രസ് ആണ് അറേയുടെ അറേ എന്നുള്ള പേരോട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഐ തിങ്ക് ദിസ് മേ ബി സംതിങ് വേഗ് ടു നൗ. അത്ര ക്ലിയർ ആയിരിക്കണമെന്നില്ല. ദിസ് ഇസ് ക്ലിയർ. ഇന്റെ ഫോറിന് ഫംഗ്ഷൻ എന്താ പാസ് ചെയ്യുന്നത്? ദിസ് ഇസ് എയുടെ വാല്യൂ 4 ആണ്, ബിയുടെ വാല്യൂ 6 ആണ്. അപ്പൊ ഫംഗ്ഷനിൽ പാസ് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ 1 4,6 ഇതാണ് പാസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ആണെങ്കിലോ നമ്മൾ ഇന്റ് a equal to 4 എന്ന് എഴുതാം. ഈക്വൽ ടു 4 ഇതിന്റെ അഡ്രസ് 1002. ബിന്റെ അഡ്രസ് വെച്ച് കഴിഞ്ഞാൽ 6 ആണ്, 1008. ഇതാണ് അതിന്റെ അഡ്രസ്. ആൻഡ് ബി എന്ന് പറയുമ്പോൾ എന്താ പാസ് ചെയ്യുക? 46 വാല്യൂസ് അല്ല, അതിന് പകരം അതിന്റെ അഡ്രസ് ആണ് പാസ് ചെയ്യുക. 1002 1008 എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത് അതിന്റെ അഡ്രസ് ആണ് പാസ് ചെയ്യുക. ഓക്കെ, പാസ് ബൈ വാല്യൂ ആണെങ്കിൽ എന്നിട്ടും ഫംഗ്ഷൻ ചേഞ്ച് ദീസ് വാല്യൂസ് ബട്ട് ഇറ്റ് വിൽ നോട്ട് ബി അവൈലബിൾ ഇൻ ദ മെയിൻ ഫംഗ്ഷൻ. അല്ലേ, നമുക്കത് എക്സാമ്പിൾ വെച്ചൊക്കെ പറയാം. ഓക്കെ, സി ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് ഫംഗ്ഷൻസ്. പല കാറ്റഗറീസ് ഓഫ് ഫംഗ്ഷൻസ് ഉണ്ട്. ഒന്ന് ഫംഗ്ഷൻസ് വിത്ത് നോ ആർഗ്യുമെന്റ്സ് ആൻഡ് നോ റിട്ടേൺ വാല്യൂസ്. ലുക്ക് ഹിയർ, ഒരു വോയിഡിന്റെ അടുത്ത് ദർ ഇസ് നോ റിട്ടേൺ വാല്യൂ. ഡിസ്പ്ലേ നമുക്ക് ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ വെറുതെ ഡിസ്പ്ലേ എന്ന് എഴുതിയാലും മതി. ഫംഗ്ഷൻ വിത്ത് നോ ആർഗ്യുമെന്റ്സ് നോ റിട്ടേൺ വാല്യൂസ്. അടുത്ത ഫംഗ്ഷൻ വിത്ത് ആർഗ്യുമെന്റ്സ് ആൻഡ് റിട്ടേൺ വാല്യൂസ്. ആർഗ്യുമെന്റ്സ് ഉണ്ട്, റിട്ടേൺ വാല്യൂസ് ഉണ്ട്. അടുത്ത ഫംഗ്ഷൻ വിത്ത് ആർഗ്യുമെന്റ്സ് വിത്ത് 1 റിട്ടേൺ വാല്യൂ. സോറി, ഫംഗ്ഷൻ വിത്ത് ആർഗ്യുമെന്റ്സ് ആൻഡ് നോ റിട്ടേൺ വാല്യൂ. ഇവിടെ ഫംഗ്ഷൻ വിത്ത് ആർഗ്യുമെന്റ്സ് ആൻഡ് 1 റിട്ടേൺ വാല്യൂ. ആർഗ്യുമെന്റ് ഇതാണ് ആർഗ്യുമെന്റ്, എക്സും വൈ ആണ് ആർഗ്യുമെന്റ്സ്, റിട്ടേൺ വാല്യൂ ഇന്റ് ആണ്. ഇവിടെയാണെങ്കിലോ എക്സും വൈ ആർഗ്യുമെന്റ്സ് ആണ്, റിട്ടേൺ വാല്യൂ ഫ്ലോട്ട് ആണ്. ഓക്കെ, അടുത്ത ഫംഗ്ഷൻ വിത്ത് നോ ആർഗ്യുമെന്റ്സ് ബട്ട് റിട്ടേൺ വാല്യൂ. ആർഗ്യുമെന്റ്സ് ഒന്നുമില്ല, ആർഗ്യുമെന്റ്സിൽ ഉള്ളിൽ എന്താ എഴുതാം? വോയിഡ് എന്ന് എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം. ബോത്ത് ആർ സെയിം. ഇവിടെ അതേപോലെ വോയിഡ് വേണമെങ്കിൽ ഒന്നും എഴുതാതിരിക്കാം. വോയിഡ് എന്ന് വെച്ചാൽ നത്തിങ്. സോ either we can write void there or we can write simple brackets. ഇവിടെ അങ്ങോട്ടൊന്നും പാസ് ചെയ്യുന്നില്ല, പക്ഷെ തിരിച്ച് ഇന്റ് കിട്ടുന്നത്. റിട്ടേൺ വാല്യൂ. അടുത്ത നോക്കിയാൽ ഫംഗ്ഷൻ വിത്ത് മൾട്ടിപ്പിൾ റിട്ടേൺ വാല്യൂസ്. നമുക്ക് റിട്ടേൺ ഉപയോഗിച്ച് ഒറ്റ വാല്യൂ മാത്രം റിട്ടേൺ ചെയ്യാൻ പറ്റുള്ളൂ. സാധാരണ MCQ ചോദിക്കുന്നതാണ്. യൂസിങ് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് you can return only one value. Return only one value. ഒന്നിക്കുള്ള വാല്യൂ നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റില്ല. റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് ഒന്നിക്കുള്ള വാല്യൂസ് റിട്ടേൺ ചെയ്യാൻ പറ്റില്ല. ഒന്നിക്കുള്ള വാല്യൂ റിട്ടേൺ ചെയ്യണമെങ്കിൽ വി ഹാവ് ടു യൂസ് അഡ്രസ്. അറേ ഉപയോഗിക്കാം. അറിയാകുമ്പോൾ അഡ്രസ് ആണ് പാസ് ചെയ്യുന്നത്. അറേ ഉപയോഗിക്കുമ്പോൾ അറേ എല്ലാം കൂടെ റിട്ടേൺ ചെയ്യാം. ഇല്ലെങ്കിൽ പോയിന്റേഴ്സ് എന്ന കൺസെപ്റ്റ് ഉപയോഗിക്കാം. വിൽ കവർ പോയിന്റേഴ്സ് ഇൻ 2-3 ക്ലാസ്സസ് ലേറ്റർ. അപ്പോൾ പോയിന്റേഴ്സ് ഉപയോഗിച്ച് റിട്ടേൺ ചെയ്യാം. ദിസ് ഇസ് വാട്ട് ഇസ് പോയിന്റ്. സ്റ്റാർ ഉപയോഗിച്ചാണ് റിട്ടേൺ ചെയ്യാം. Okay, this part will cover later. Okay, all others will make it sure. So look at this one. First we'll see function with no arguments, no return values. Void display arguments ഒന്നുമില്ല, return values ഒന്നുമില്ല. അപ്പോൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? ഇതിനുള്ളിൽ നമുക്ക് എന്തെങ്കിലും പ്രിന്റ് ചെയ്യണം. Print up hello world I am from display function. അപ്പോൾ എന്തെങ്കിലും introductory thing ഡിസ്പ്ലേ ചെയ്യണം. Introduction. Hello, myself with this. I'm doing a program on this. This is the program. This is the input. Helping to provide എന്തെങ്കിലും ഡിസ്പ്ലേ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ആണ് ഇങ്ങനത്തെ ഫംഗ്ഷൻസ്. ക്ലിയർ? നമുക്ക് എന്തുവേണം ഡിസ്പ്ലേ ചെയ്യാം. ഇവിടെ ആ ഡിസ്പ്ലേ ചെയ്യുന്ന എല്ലാം യൂസർക്ക് കിട്ടും. അടുത്തത് ഫംഗ്ഷൻ വിത്ത് ആർഗ്യുമെന്റ്സ് ആൻഡ് നോ റിട്ടേൺ വാല്യൂ. രണ്ടാമത് പറഞ്ഞ കേസാണ്. റിട്ടേൺ വാല്യൂസ് ഇല്ല, ആർഗ്യുമെന്റ്സ് ഉണ്ട്. അപ്പൊ എന്ത് വേണം? ഡിസ്പ്ലേ വാല്യൂ എക്സ് കോമ വൈ. ഹലോ വേൾഡ് ഐ ഗോട്ട് 2 വാല്യൂസ് എക്സ് ആൻഡ് വൈ. എക്സ് ആൻഡ് വൈ ഇവിടെ കിട്ടി, എക്സ് ആൻഡ് വൈ ഇവിടെ പ്രിന്റ് ചെയ്തു. പക്ഷെ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല. ഓക്കെ, ഇതൊരു വോയിഡ് ആണെങ്കിൽ എന്ത് വേണം? ദർ ഇസ് നോ റിട്ടേൺ വാല്യൂ. ഓക്കെ, നെക്സ്റ്റ് വിൽ സീ ഫംഗ്ഷൻ വിത്ത് ആർഗ്യുമെന്റ്സ് വിത്ത് 1 റിട്ടേൺ വാല്യൂ. ഒരു വാല്യൂ നമ്മൾ റിട്ടേൺ ചെയ്യും. ഓക്കെ, ദിസ് ഇസ് ഇന്റ് മൾട്ട് എക്സ് വൈ. എക്സും വൈയും കിട്ടി. Integer answer equal to x into y, return answer. ഇതിനെന്താ പറയുന്നത്? This is local variable. Local variable ഉപയോഗിച്ച് ആൻസർ കണ്ടുപിടിച്ചു, അത് റിട്ടേൺ ചെയ്തു. സി റിട്ടേൺ വാല്യൂ. റിട്ടേൺ ആൻസർ ടൈപ്പ് എന്താ? ഇന്റിജർ ആണ്. അപ്പോൾ ഇതും ഇന്റിജർ ആയിരിക്കും.
Is it clear? Here we are declared int as answer. Okay, look at this function. Int mult xy. ഇവിടെ x മായി declare ചെയ്യണം. Int x, int y. Actually, this should be int x, int y എന്ന് എഴുതണം. Int x, int y. ഇങ്ങനെയാണ് ഫംഗ്ഷൻ എഴുതേണ്ടത്. ഒന്ന് നമുക്ക് ഇവിടെ തന്നെ എഴുതാം, അല്ലെങ്കിൽ തൊട്ട് താഴെയായിട്ട് എഴുതാം. Plot x, y. ഇവിടെ അതെ ഇങ്ങനെയാണ് എഴുതേണ്ടത്. int x, int y. x y എന്നല്ല, int x, int y എന്നാണ് എഴുതാം. ഇത് either we can write it there or next ലൈനിലായിട്ട് എഴുതാം. ഒന്നും കുഴപ്പമില്ല. ഓക്കെ, ഇതിനകത്ത് എന്താ വേണ്ടത്? നമ്മൾ മൾട്ടിപ്ലൈ ആണ്, എക്സും വൈയോട് മൾട്ടിപ്ലൈ ആണ്. എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒരു ആൻസർ എന്നുള്ള വാല്യൂ സ്റ്റോർ ചെയ്തു. ഇൻഡ് ആൻസർ, ആൻസർ ഈക്വൽ ടു എക്സ് ഇൻറ്റു വൈ, റിട്ടേൺ ആൻസർ. അപ്പോൾ റിട്ടേൺ വാല്യൂ എന്താ, ഈ പ്രോഗ്രാം എന്ത് ചെയ്യുന്നത്? രണ്ട് നമ്പർ റീഡ് ചെയ്തു, അത് മൾട്ടിപ്ലൈ ചെയ്തു, അത് തിരിച്ച് റിട്ടേൺ ചെയ്തു. അപ്പോൾ റിട്ടേൺ വാല്യൂ എന്താ? റിട്ടേൺ വാല്യൂ ഇസ് ആൻസർ. ആൻസറിന്റെ ടൈപ്പ് ഇൻറ്റിജർ ആണ്. ലുക്ക്, ദിസ് ഇൻറ്റിജർ. അപ്പോൾ റിട്ടേൺ, ഇവിടുത്തെ ഫംഗ്ഷൻ റിട്ടേൺ ടൈപ്പോ ഇതും ഇൻറ്റിജർ തന്നെ ആയിരിക്കും. ദിസ് ടു ഷുഡ് ബി സെയിം. ഓക്കെ, ഇതിന് ലോക്കൽ വേരിയബിൾ ഡിക്ലറേഷൻ എന്ന് പറയും. ലോക്കൽ വേരിയബിൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഡിക്ലെയർ ചെയ്താൽ മതി, എപ്പോഴും ആവശ്യം വരില്ല. ഡയറക്റ്റ് ആണ് ഇവ റിട്ടേൺ ചെയ്യാം. ലുക്ക് ദ സെക്കൻഡ് വൺ, പ്ലോട്ട് ഡിവൈഡ് എക്സ്, വൈ. ഇത് എക്സ് വൈ എന്തുകൊണ്ടും ആയിക്കോട്ടെ, ഇന്റ് ആവാം, പ്ലോട്ട് ആവാം. ഇന്റ് സോറി, ഓക്കെ, ദിസ് ഷുഡ് ബി പ്ലോട്ട് ഡിവൈഡ് ഇൻഡെക്സ്, ഇൻ വൈ. ഇവിടെ ഇതാണ് എഴുതേണ്ടത്, എക്സ്, വൈ അല്ല, ഇൻഡെക്സ്, ഇൻ വൈ. ഓക്കെ, ഇതിൽ എന്താ ചെയ്യുന്നത്? വി ആർ ഡിവൈഡ് എക്സ് ബൈ വൈ. നമുക്ക് റിട്ടേൺ ചെയ്യേണ്ടത് എക്സ് ബൈ വൈ ആണ്. എക്സ് ഡിവൈഡഡ് ബൈ വൈ ആണ് റിട്ടേൺ ചെയ്യുന്നത്. ദിസ് ഫംഗ്ഷൻ ഇസ് വാലിഡ് ഓൺലി വെൻ വൈ നോട്ട് ഈക്വൽ ടു 0. സോ ഫസ്റ്റ് വി ചെക്ക് ഇഫ് വൈ നോട്ട് ഈക്വൽ ടു 0 ആണോ, ആണെങ്കിൽ റിട്ടേൺ എക്സ് ബൈ വൈ. ഇവിടെ നോക്കി, ഇവിടെ ആൻസർ ഉപയോഗിച്ചിട്ടില്ല, അതിന് പകരം ഒറ്റയ്ക്ക് റിട്ടേൺ ചെയ്തു. ഇല്ലെങ്കിൽ റിട്ടേൺ -1. അപ്പോൾ ഫംഗ്ഷൻ വിളിക്കുന്ന ഇവിടുന്ന് മെയിൻ നിന്നാണ്. അപ്പോൾ മെയിനിൽ ചെക്ക് ചെയ്യുക ആൻസർ -1 ആണോ. -1 ആണെങ്കിൽ ആൻസർ തെറ്റാണ്, അല്ലെങ്കിൽ ആൻസർ പ്രിന്റ് ചെയ്യുക. ക്ലിയർ? ഇത് ഇവിടെ ലോക്കൽ വേരിയബിൾ ഉപയോഗിച്ചിട്ടില്ല. Here we have used a local variable. Here we haven't used a local variable. ഇവിടെ ലോക്കൽ വേരിയബിൾ ഉപയോഗിക്കുന്നില്ല. ഉപയോഗിച്ചുകൊണ്ട് എഴുതാം. ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ കറക്റ്റ് ചെയ്യുക? We can write a local variable plot answer എഴുതാം. എന്നിട്ട് ആൻസർ is equal to, ഇവിടെ ആൻസർ is equal to x by y എന്ന് കണ്ടുപിടിക്കാം. എന്നിട്ട് x by y വരും ആൻസർ റിട്ടേൺ ചെയ്യും. ഓക്കെ, so in that case more than one statement ഉണ്ട്, we need bracket. Is it clear now? This is how we declare functions. അടുത്ത third one ആണ് function with no arguments but return value. Function arguments ഒന്നും റീഡ് ചെയ്യുന്നില്ല, പക്ഷെ return values ഉണ്ട്. Look at it. We are reading a function known as int number. int number ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ int number void എന്ന് എഴുതാം. printf enter a number, scanf percentage and number, return number. Return number എന്താണ്? Here number, ഇവിടെ int local variable declare ചെയ്തില്ല. int number. We have to declare a local variable number and we have to return that number. Number ഇത് int ആണെങ്കിൽ, see, this is int, this also should be int. Otherwise, the compiler will raise an error. Okay. Last type ആണ് function with multiple return values. ഈ return statement വെച്ച് എത്ര റിട്ടേൺ ചെയ്യാൻ പറ്റും? ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞാണ്, എത്ര റിട്ടേൺ ചെയ്യാൻ പറ്റും? Only one. ഒരൊറ്റ ഒന്ന് മാത്രം റിട്ടേൺ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഒന്നിൽ കൂടുതൽ വാല്യൂസ് ആവശ്യമുണ്ട്. ഫോർ എക്സാമ്പിൾ, we have to sort an array. array എലമെന്റ്സ് എല്ലാം സോർട്ട് ചെയ്യണം. അതിൽ നമുക്കൊരു പ്രോഗ്രാം കൊടുത്തു, അത് ലാർജസ്റ്റ് എലിമെന്റും വേണം, സ്മോളസ്റ്റ് എലിമെന്റും വേണം. അപ്പോൾ ഒന്നിൽ കൂടുതൽ വാല്യൂ ആവശ്യമുണ്ടെങ്കിൽ ഒരേ ഒരു വഴിയുള്ളൂ, യു ഹാവ് ടു പാസ് ഇറ്റ് ആസ് ആൻ അറേ ഓർ പാസ് ബൈ അഡ്രസ് ഉപയോഗിച്ച് പാസ് ചെയ്യുക. അഡ്രസ് പാസ് ചെയ്യുക അല്ലെങ്കിൽ അറേ പാസ് ചെയ്യുക. ഓക്കെ, അഡ്രസ് പാസ് ചെയ്യുമ്പോൾ റീഡ് ചെയ്യാൻ പോയിന്റേഴ്സ് ഉപയോഗിച്ച് റീഡ് ചെയ്യുന്നത്. ഓക്കെ, അറേ പാസിങ് സാധാരണ പോലെ നമ്മൾ യൂസിങ് അറേ ഇൻറ്റ് സോർട്ട്, ഇവിടെ അറേയാണ് പാസ് ചെയ്തേക്കുന്നത്. അറേ പാസ് ചെയ്യുമ്പോൾ അറേയിൽ വരുന്ന എല്ലാ ചേഞ്ചസും തിരിച്ചു കിട്ടും. റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ആവശ്യമില്ല. റിട്ടേൺ ഇല്ലെങ്കിലും റിട്ടേൺ ചെയ്യാം, ഒരു വാല്യൂ വേണം റിട്ടേൺ ചെയ്യാം. റിട്ടേൺ ചെയ്തില്ലെങ്കിലും ആ അറേയിലുള്ള എല്ലാ എലമെന്റ്സും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, സെക്കൻഡ് ഓപ്ഷൻ ഈസ് യൂസിങ് പോയിന്റേഴ്സ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ആൻഡ് ഉപയോഗിച്ച് പാസ് ചെയ്യുക. ആൻഡ് എ വെച്ച് പാസ് ചെയ്ത് റീഡ് ചെയ്യുന്നത് സ്റ്റാർ ഉപയോഗിച്ചാണ്. ദിസ് വിൽ കവർ നെക്സ്റ്റ് സെഷൻ. സോ ഐ തിങ്ക് ദ കാറ്റഗറീസ് ഓഫ് ഫംഗ്ഷൻസ് ആർ ക്ലിയർ ടു ജസ്റ്റ് ഗോ ത്രൂ ദിസ്. ഓക്കെ, എന്തെല്ലാം ഫംഗ്ഷൻസ് ഉണ്ട്? ഫംഗ്ഷൻ വിത്ത് നോ ആർഗ്യുമെന്റ്സ്, നോ റിട്ടേൺ. എല്ലാ കോമ്പിനേഷനും, ഒരു ആർഗ്യുമെന്റും ഇല്ല, ഒരു റിട്ടേൺ വാല്യൂ ഇല്ല.
പിന്നെ ആർഗ്യുമെന്റ് ഉണ്ട്, റിട്ടേൺ വാല്യൂ ഇല്ല. ആർഗ്യുമെന്റ് ഉണ്ട്, റിട്ടേൺ വാല്യൂ ഉണ്ട്. ആർഗ്യുമെന്റ് ഇല്ല, റിട്ടേൺ വാല്യൂ ഉണ്ട്. പിന്നെ മൾട്ടിപ്പിൾ വാല്യൂസ് റിട്ടേൺ ചെയ്യും. എല്ലാ പോസിബിൾ കോമ്പിനേഷൻസ് വെച്ചിട്ട് ഫംഗ്ഷൻസ് നമുക്ക് എഴുതാൻ പറ്റും. സോ വെൻ യു ആർ ആസ്ക്ഡ് ടു റൈറ്റ് എ ഫംഗ്ഷൻ, ജസ്റ്റ് റൈറ്റ് എ ടെമ്പററി ഫംഗ്ഷൻ. ഏതെങ്കിലും സ്മോൾ ഫംഗ്ഷൻ എഴുതി എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഫ്ലോ കൺട്രോൾ ഫംഗ്ഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കവർ ചെയ്താണ്. ഫംഗ്ഷൻ എങ്ങനെയൊക്കെ ഫ്ലോ ചെയ്യുക എന്നുള്ളതാണ്. Now we'll see programs using functions. I'm writing small programs. നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ പ്രോഗ്രാംസും ഫംഗ്ഷൻ ആയിട്ട് എഴുതാവുന്നതാണ്. നമ്മൾ പഠിച്ച ആംസ്ട്രോങ് നമ്പർ, പ്രൈം നമ്പർ, കുറെ പ്രോഗ്രാംസ് ചെയ്തിരുന്നു. പ്രോഗ്രാം വഴി ചെയ്യുന്നതിന് പകരം ഫംഗ്ഷൻ ആയിട്ട് എഴുതാം. ഓക്കെ, there's only small difference to convert a main program into function. Here, എന്തൊക്കെ വ്യത്യാസം? Look at the lines that are written in yellow color. ഈ പ്രോഗ്രാം എന്താ ചെയ്യുന്നത്? സ്ക്വയർ കണ്ടുപിടിക്കാൻ ഫംഗ്ഷൻ ചെയ്തേക്കാണ്. അപ്പോൾ ഹാഷ് ഇൻക്ലൂഡ് stdio. സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ ഇൻക്ലൂഡ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചു. ഇനി എന്താ? സ്ക്വയർ എന്ന ഫംഗ്ഷൻ ചെയ്തേക്കാണ്. അതിനകത്ത് സ്ക്വയർ ഇൻറ്റ് നമ്പർ, ഒരു നമ്പർ കൊടുത്താൽ അതിന്റെ സ്ക്വയർ കണ്ടുപിടിക്കും. സ്ക്വയർ ഇൻറ്റ് നം, റിട്ടേൺ നമ്പർ ഇൻറ്റു നമ്പർ ചെയ്തു. അപ്പോൾ റിട്ടേൺ വാല്യൂ എന്നത് ഇത് നമ്പർ ആണ്. അപ്പോൾ ഇൻറ്റിജർ ആയിട്ട് റിട്ടേൺ ചെയ്തേക്കണം. ദിസ് ഈസ് ഹൗ വി റൈറ്റ് എ ഫംഗ്ഷൻ എഴുതി മനസ്സിലായല്ലോ. Now come to main. Void main int number n, input any number for square, scanf percentage and number, n equal to square number. അപ്പോൾ ഇവിടെ ചെയ്യുന്ന എന്താ? Listen now. n equal to square number, print out the square as this. ചെയ്തേക്കുന്നത്. Now just go to the program, it tries the program. എവിടെ വെച്ചാൽ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുക? പ്രോഗ്രാം എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് void main തൊട്ടാണ്. കമ്പൈലർ വരുമ്പോൾ കമ്പൈലർ ആദ്യം ഈ ലൈൻ നോക്കും, ഈ ലൈൻ നോക്കും, ഇതെല്ലാം കണ്ട് വന്ന് മെയിൻ വരുന്നതാണ് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. എക്സിക്യൂഷൻ സ്റ്റാർട്ട്സ് വിത്ത് മെയിൻ. ഓക്കെ, അപ്പോൾ ആദ്യമേ ഇൻറ്റ് നമ്പർ n. അപ്പോൾ എന്ത് വേണ്ടേ? ഒരു നമ്പർ എന്നുള്ള വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, n എന്നുള്ള വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഓക്കെ, രണ്ടും ഇൻറ്റിജേഴ്സ് ആണ്. ഇൻപുട്ട് എനി നമ്പർ ഫോർ സ്ക്വയർ, അതായത് ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വന്നു. ഇൻപുട്ട് എനി നമ്പർ ഫോർ സ്ക്വയർ 20 എന്ന് കൊടുത്തു. 20 എവിടെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്? scanf percentage and നമ്പറിനകത്ത് 20 സ്റ്റോർ ചെയ്തു. ഓക്കെ, now we are calling n equal to square number. ഈ നമ്പർ എന്താ? സ്ക്വയർ നമ്പർ വെച്ചാൽ ഇവിടെ 20 ആണ് പോയേക്കുന്നത്. so we are calling this function. ഫംഗ്ഷൻ വിളിക്കുമ്പോൾ എവിടെയാണ് വിളിക്കുന്നത്? എങ്ങോട്ടാണ് വിളിക്കുന്നത്? ഇത് ഈ ഫംഗ്ഷനെ വിളിച്ചിരിക്കുന്നത്, സ്ക്വയർ എന്നുള്ള ഫംഗ്ഷനെ വിളിച്ചേക്കുന്നത്. അപ്പോൾ സ്ക്വയർ എന്നുള്ള ഫംഗ്ഷൻ എവിടെ ഇരിക്കുന്നത്? ഇതാണ് സ്ക്വയർ എന്നുള്ള ഫംഗ്ഷൻ. എന്ത് വാല്യൂസ് കൊടുത്തേക്കുന്നത്? ദിസ് ഇസ് ആക്ച്വൽ വാല്യൂ, ദിസ് ഇസ് ആക്ച്വൽ ആർഗ്യുമെന്റ്. അപ്പോൾ ഇൻറ്റ് നമ്പർ ഈക്വൽ 20 എന്ന് കിട്ടും. സി വി കാൻ യൂസ് സെയിം പേരിന് ഇവിടെ വിളിക്കുന്നില്ല, എന്ത് പേര് വിളിക്കാം. ഈ പേരിന് യാതൊരു റെലവൻസും ഇല്ല. നമുക്ക് നമ്പറിന് ഒരു എക്സ് കൊടുത്താലും വൈ എന്ന് കൊടുത്താലും അതേ വാല്യൂ റിട്ടേൺ ചെയ്യും. എന്ത് വാല്യൂ ആണ് പാസ് ചെയ്യുന്നത് ആ വാല്യൂ മാത്രമേ ഇവിടെ കിട്ടുള്ളൂ. ഓക്കെ, ഇവിടെ എന്താ ചെയ്യുന്നത്? റിട്ടേൺ നമ്പർ ഇൻറ്റു നമ്പർ. നമ്പർ വെച്ച് എന്താ പറയുക? 20 ഇൻറ്റു 20, ദാറ്റ് ഇസ് 400. റിട്ടേൺ 400. റിട്ടേൺ എഴുതി കൂടെ റിട്ടേൺ ചെയ്യുക? റിട്ടേൺ ഈ വാല്യൂ ഇൻറ്റ് ആണ് റിട്ടേൺ ചെയ്യുന്നത്. ദാറ്റ് ഇസ് വി ആർ റിട്ടേണിങ് 400 ഹിയർ. അത് ആര് വിളിക്കും അവിടെ എത്തും. ഈ സ്ക്വയർ വിളിക്കുമ്പോൾ നമുക്ക് 400 എന്ന് കിട്ടും. 400 എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? എന്നിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ എന്നിൽ 400 എന്ന് എഴുതും. ഓക്കെ, ദിസ് ഇസ് വാട്ട് ഹാപ്പൻസ് ഇൻ ദിസ് സ്റ്റേറ്റ്മെന്റ്. So the printf statement ആണ് print up square of percentage d is percentage d num n. Square of 20 is 400. ആദ്യത്തെ നമ്പർ ആണ്, നമ്പറിന് 20 വരും. രണ്ടാമത് n ആണ്, n-ന്റെ വാല്യൂ 400. This is what happens inside the function call. Okay, now let's see one more function. So ഇത് ക്ലിയർ അല്ലേ? മനസ്സിലായല്ലോ? write another small function in the same way. നമ്മൾ നേരത്തെ ചെയ്ത ലീപ്പ് ചെയ്യുന്ന പ്രോഗ്രാം ആണ്. ലീപ്പ് ചെയ്യുന്ന പ്രോഗ്രാം നമ്മൾ ഫംഗ്ഷൻ ആയിട്ട് എഴുതിയേക്കുക. ഇതിനകത്ത് തൊട്ടും ഈ പ്രോഗ്രാം എന്തെല്ലാം വന്നിട്ടുണ്ട്? ദിസ് ഇസ് ഫംഗ്ഷൻ ഡെഫിനിഷൻ, ദിസ് ഇസ് ഫംഗ്ഷൻ കോൾ. ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എഴുതിയിട്ടില്ല, ഫംഗ്ഷൻ ഡിക്ലറേഷൻ എഴുതിയിട്ടില്ല. എന്തുകൊണ്ട് എഴുതാഞ്ഞ്? ആദ്യമേ ഫംഗ്ഷൻ എഴുതുമ്പോൾ കമ്പൈലർ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് ഫംഗ്ഷൻ ഡിക്ലറേഷൻ അഥവാ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എഴുതേണ്ട ആവശ്യമില്ല. കമ്പൈലർ വിൽ നോട്ട് റൈസ് എനി എറർ because the compiler has already seen this function. Compiler എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് ലൈൻ തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുക. കമ്പൈലർ കാണുന്ന ഇവിടെ തൊട്ട് കാണും. എക്സിക്യൂഷൻ ഇവിടെ പോലെ തുടങ്ങുള്ളൂ. ഇവിടെ തൊട്ട് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. പക്ഷേ കണ്ടാ വരുന്നത്. അപ്പോൾ ഒരു എററും റേസ് ചെയ്യത്തില്ല. ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് ദിസ് ഫംഗ്ഷൻ അറ്റ് എൻഡ് ഓഫ് മെയിൻ എഴുതി കഴിഞ്ഞ് ഫംഗ്ഷൻ എഴുതാം. രണ്ടാമത്തെ പ്രോഗ്രാം അങ്ങനെ എഴുതിയേക്കുന്നത്. ആദ്യമേ മെയിൻ എഴുതി, അത് കഴിഞ്ഞ് ഫംഗ്ഷൻ എഴുതി. ഓക്കെ,
first main, then function. അപ്പോൾ എന്തെല്ലാം വേണം? ഫംഗ്ഷൻ ഡെഫിനിഷൻ വേണം, ഫംഗ്ഷൻ ഡിക്ലറേഷൻ വേണം, ഫംഗ്ഷൻ കോൾ വേണം. So see here, we have to declare. This is known as function prototyping. This is prototype. രണ്ടാമത്തെ പേരെന്താ? ഡിക്ലറേഷൻ ഓർ പ്രൊട്ടോടൈപ്പ്. പ്രൊട്ടോടൈപ്പിൽ എന്താ പറയുന്നത്? കമ്പൈൽ ഇവിടെ നിന്ന് വരുന്നു. ഓക്കെ, stdio.h void main എക്സിക്യൂട്ട് ചെയ്തു int year കളയട്ടെ. നേരത്തെ പോലെ എക്സിക്യൂട്ട് ചെയ്യാം. int year എന്നുള്ള വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഇന്റിജർ ആണ്, ഒരു സ്പേസ് അലോക്കേറ്റ് ചെയ്തു. അടുത്ത int leap year int. അപ്പോൾ കമ്പൈലിൽ മനസ്സിലായി ലീപ്പ് ഇയർ എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്, അതിന്റെ റിട്ടേൺ വാല്യൂ ഇന്റ് ആണ്, അതിന്റെ ആർഗ്യുമെന്റ് ഇന്റ് ആണ്. സോ അത് മനസ്സിലായി വെക്കാൻ. ലീപ്പ് ഇയർ എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്, അതിന് റിട്ടേൺ വാല്യൂ ഉണ്ട്, അതിന്റെ ആർഗ്യുമെന്റ് ഉണ്ട്. ഇത്രയും മനസ്സിലായാൽ മതി, ഒന്നും ചെയ്യുന്നില്ല. നത്തിങ് ഇസ് ഡൂയിങ് ദാറ്റ്. The compiler understands that function exists. It will not raise when the function is called. Okay. അടുത്ത printf enter an year എന്ന് ചോദിച്ചു. scanf ഒരു ഇയർ കൊടുത്തു. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇയർ ഈക്വൽ ടു 2000 എന്ന് കൊടുക്കാം. ക്ലിയർ? ഇനി y equal to leap year. This is function call. ഫംഗ്ഷൻ വിളിക്കുമ്പോൾ എങ്ങോട്ടാ പോവാ? we are coming here. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നു. ഇവിടെ കൊടുത്ത വാല്യൂ 2000 എന്ന വാല്യൂ കൊടുത്തു. സി ഇവിടെ ഇയർ എന്ന് പറഞ്ഞാൽ വിളിച്ചേക്കണേ. ഇവിടെ നിന്നപ്പോൾ y എന്ന് എഴുതിയേക്കണേ. മനഃപൂർവ്വം എഴുതിയത്. ഇത് ഇയർ ആയാലും y ആയാലും x ആയാലും y ആയാലും ഒരു ഇഫക്റ്റും ഇല്ല. വാല്യൂസ് മാത്രമേ ഇമ്പോർട്ടൻ്റ് ഉള്ളൂ. ഇവിടെ കൊടുക്കുന്ന വാല്യൂ 200 ആണ്, 2000 ആണ്. ഇപ്പോൾ ഇവിടെ കൊടുക്കുന്ന വാല്യൂ 2000 ആയിരിക്കും. സോ നമുക്ക് എന്ത് പേര് വെച്ചാലും വിളിക്കാം. നോ പ്രോബ്ലം ഇൻ ദാറ്റ്. ആ വേരിയബിളിന്റെ പേരിന് യാതൊരു റിലവൻസും ഇല്ല. ആ വാല്യൂ മാത്രമാണ് പാസ് ചെയ്യുന്നത്. ഇവിടെ 2000 എന്ന വാല്യൂസ് മാത്രമാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പാസ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് നോൺ ആസ് കോൾ ബൈ വാല്യൂ. We are passing this arguments by value. ഇപ്പോൾ 2000 ഇവിടെ കിട്ടി. ഓക്കെ, ഇനി എന്താ ചെയ്യുന്നത്? y percentage 400 ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? നമ്മൾ നേരത്തെ ഇതേ പ്രോഗ്രാം ഡിവൈഡ് ചെയ്യാൻ പറ്റും. റിട്ടേൺ 1. ഇവിടെ ചെയ്യുന്ന അത്രേ ഉള്ളൂ. കറക്റ്റ് ആണ് 1 റിട്ടേൺ ചെയ്യും, ലീപ്പ് ഇയർ അല്ലെങ്കിൽ 0 റിട്ടേൺ ചെയ്യും. വാല്യൂ 1 ആണെങ്കിൽ ലീപ്പ് ഇയർ ആണ്, ഇത് ലീപ്പ് ഇയർ ആണ്. അതല്ല 100 ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കി. 2000 ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല, 400 ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സെഞ്ചുറി ആണെങ്കിൽ ലീപ്പ് ഇയർ അല്ല, നോട്ട് ലീപ്പ് ഇയർ. ഇവിടെ അഗൈൻ ലീപ്പ് ഇയർ, നോട്ട് ലീപ്പ് ഇയർ. സെയിം പ്രോഗ്രാം, വി ആർ കൺവേർട്ട് ദാറ്റ് ഇൻടു ഫംഗ്ഷൻ. അപ്പോൾ വിളിച്ചു കഴിയുമ്പോൾ നമ്മൾ ഇയർ 2000 കൊടുത്തുകൊണ്ട് വൈയുടെ വാല്യൂ എന്താ കിട്ടുക? വൈയുടെ വാല്യൂ 1 എന്നാ കിട്ടുക. വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് y as 1. അതായത് ലീപ്പ് ഇയർ വിളിക്കുമ്പോൾ 1 എന്നാ കിട്ടുക, വൈയുടെ വാല്യൂ 1 വരും. സോ ഇവിടെ നമ്മൾ ഇന്റ് y ഡിക്ലെയർ ചെയ്യാൻ പറ്റുമോ? ഇന്റ് y ഇവിടെ വേണം. ഓക്കെ, വൈയുടെ വാല്യൂ 1 വരും. Okay, if y equal to 1, what will happen? The year is leap year എന്ന് വരും. Else if y equal to 0, year is not leap year. ഉത്തരം എന്താ കിട്ടുക? The year 2000 is leap year എന്നായിരിക്കും ഉത്തരം കിട്ടുക. We'll get year 2000 equal to leap year. Is it clear? Let's see third function, third program which is using functions. Okay, so that is program to compute factorial. എന്താ ഫാക്ടോറിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 factorial is equal to 5 into 4 into 3 into 2 into 1. This is known as factorial. ഇതാണ് കണ്ടുപിടിക്കുന്നത്. ഇത് ഫംഗ്ഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ മെയിൻ എഴുതി, ഇവിടെ ആദ്യമേ ഫംഗ്ഷൻ പ്രൊട്ടോടൈപ്പ് എഴുതി. ഫംഗ്ഷൻ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? ഫംഗ്ഷൻ ഇന്റ് ഫാക്ടോറിയൽ ഇന്റ് n. ഈ എന്നിന്റെ ആവശ്യമില്ല, n എഴുതിയാലും കുഴപ്പമില്ല, എന്നിന്റെ ആവശ്യമില്ല, ബാക്കി എല്ലാ കാര്യങ്ങളും എഴുതാം. ഇൻ ഫാക്ടോറിയൽ ഇന്റ്. ദിസ് ഇസ് ഫംഗ്ഷൻ പ്രൊട്ടോടൈപ്പിംഗ്. എൻ്റർ ദ വാല്യൂ ഓഫ് n റീഡ് ചെയ്തു. ഫാക്ടോറിയൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് വിളിച്ചു, പ്രിന്റബിൽ തന്നെ ഫാക്ടോറിയൽ വിളിച്ചു. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ആൻസർ ഈക്വൽ ടു ഫാക്ടോറിയൽ എന്ന് വേണമെങ്കിൽ വിളിക്കാം. ആൻസർ ഇസ് ഈക്വൽ ടു ഫാക്ടോറിയൽ എന്ന് വിളിക്കാം, ഫാക്ടോറിയൽ ഓഫ് n എന്ന് വിളിക്കാം. എന്നിട്ട് അതിവിടെ ആൻസർ എഴുതിയാൽ മതി, നേരത്തെ ഇതേ പ്രോഗ്രാം പോലെ. ഇല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ വിളിക്കാം. ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ ഫാക്ടോറിയൽ വിളിക്കാം. ഈ ഫാക്ടോറിയൽ എന്താ ചെയ്യുന്നത്? ഇൻ ഫാക്ടോറിയൽ ഇൻ 10 ലോക്കൽ വേരിയബിൾസ് എന്തൊക്കെ വേണോ അതെല്ലാം ഡിക്ലെയർ ചെയ്തു, ഫാക്ടോറിയൽ കണ്ടുപിടിച്ചു, റിട്ടേൺ ചെയ്തു. റിട്ടേൺ ഫാക്ടോറിയൽ. ഈ റിട്ടേൺ ഫാക്ടർ എങ്ങനെ വരിക? ഫാക്ടർ ഇന്റ് ആണ്, അപ്പോൾ ഇന്റ് ആയി ഡിക്ലെയർ ചെയ്തു, അത് നമുക്ക് ഇവിടെ തിരിച്ചു കിട്ടും. ഇവിടെ പ്രിന്റഫിൽ തന്നെ തിരിച്ചു കിട്ടും. ഇവിടെ പ്രിന്റഫിൽ നമുക്ക് ഈ പെർസെന്റേജ് ഡിയിൽ പ്രിന്റ് ചെയ്യാൻ കിട്ടും. സോ we have seen 3 different ways of calling this function. Function can be returned before main, function can be returned after main, and we can
കോൾ എ ഫംഗ്ഷൻ വിത്ത് അസൈനിങ് എ ലോക്കൽ വേരിയബിൾ. വേരിയബിൾ അസൈൻ ചെയ്യാതെ ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ ഫംഗ്ഷൻ വിളിക്കാം. പ്രിന്റ് ഓഫിൽ തന്നെ ഡയറക്റ്റ് ആയിട്ട് വിളിക്കാം, എവിടെ വേണമെങ്കിലും വിളിക്കാം. ഇവിടെ ഉള്ളിൽ തന്നെ f ഈക്വൽ ടു ഫാക്ടോറിയൽ വിളിച്ചിട്ട് ഇവിടെ പ്രിന്റ് ചെയ്യണമെന്നില്ല. വി ക്യാൻ റൈറ്റ് ഇൻസൈഡ് ദ പ്രിന്റ് ഓഫ് ഫംഗ്ഷൻ. ഓക്കെ, ഫംഗ്ഷൻസ് ക്ലിയർ ആയല്ലോ. ഇനി വേറെ ടൈപ്പ് ഫംഗ്ഷൻ ആണ് റിക്കേർഷൻ. Recursion is a process by which a function calls itself repeatedly until some specified condition has been satisfied. ഒരു കണ്ടീഷൻ എത്തുന്നവരെ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടിക്കാണ് റിക്കേർഷൻ എന്ന് പറയുന്നത്. വി ആർ കോളിംഗ് ദ ഫംഗ്ഷൻ again and again, കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചുകൊണ്ടിരിക്കും. We have written a function here. This is our function. ഇതിനുള്ളിൽ എങ്ങോട്ടാണ് വിളിക്കുന്നത്? We are calling this function itself. വീണ്ടും അതിനുള്ളിൽ ഈ ഫംഗ്ഷൻ വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കും. ഇത് കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചുകൊണ്ടിരിക്കും. സോ അറ്റ് സം പോയിന്റ് വി നീഡ് ആൻ എക്സിറ്റ്. ഏതെങ്കിലും പോയിന്റ് നമുക്ക് തിരിച്ചെത്തണം, പുറത്തേക്ക് വരണം. അത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്ന കാര്യമില്ല. ഇടയിൽ എവിടെയെങ്കിലും എത്തുമ്പോൾ നമുക്ക് വി നീഡ് ടു കം ബാക്ക്. ദിസ് ഇസ് നോട്ട് ആസ് റിക്കർഷൻ. a process of calling a function itself. വീണ്ടും അതിനെ തന്നെ വിളിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, നമ്മളിത് എപ്പോഴും ഉപയോഗിക്കുന്നത് ഇൻഡക്ഷൻ വഴി കുറഞ്ഞു വരുന്ന പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. ഓക്കെ, ദിസ് ഈസ് ആൻ എക്സാമ്പിൾ. സെയിം വേ വി ആർ doing to compute factorial itself. Factorial എങ്ങനെ നമുക്കറിയാം? 5 factorial is equal to 5 into 4 into 3 into 2 into 1. We can write it like this, 5 into 4 factorial എന്ന് എഴുതാം. കറക്റ്റ് അല്ലേ? വീണ്ടും അതിന് വേണമെങ്കിൽ 5 into 4 into 3 factorial എന്ന് എഴുതാം. We can reduce a problem like this. നമുക്ക് n factorial കണ്ടുപിടിക്കണമെങ്കിൽ n minus 1 factorial അറിഞ്ഞാൽ മതി. n factorial is equal to n into n minus 1 factorial. So n minus 1 factorial is equal to n minus 1 into n minus 2 factorial. n minus 2 factorial is equal to n minus 2 into n minus 3 factorial. അങ്ങനെ പോയി 1 factorial എന്താ വരിക? 1 factorial is 1 into 0 factorial. 0 factorial is equal to 1. Either we can stop here, we can stop here. 0 ആയാലും 1 ആയാലും ആൻസർ 1 ആണ്. ഓക്കെ, സോ ടെർമിനേറ്റിംഗ് കണ്ടീഷൻ എന്താ? 0 factorial 1 കിട്ടണം, അല്ലെങ്കിൽ 1 factorial 1 കിട്ടണം. സപ്പോസ് നമുക്ക് 3 factorial ചോദിച്ചു. 3 factorial നമുക്ക് അറിയില്ല. 3 into 2 factorial കണ്ടുപിടിക്കാൻ പറഞ്ഞു. 2 factorial അറിയില്ല. 2 factorial നമ്മൾ 2 into 1 factorial കണ്ടുപിടിക്കാൻ പറഞ്ഞു. 1 factorial ഇത്ര അറിയാം. 1 factorial 1. So we can stop here. ഇങ്ങനെ താഴ്ന്ന കുറഞ്ഞു ചെയ്യുന്ന പ്രോബ്ലംസ് എല്ലാം നമുക്ക് ഫാക്ടോറിയൽ, ഇങ്ങനത്തെ പ്രോബ്ലംസ് എല്ലാം നമുക്ക് എങ്ങനെ ചെയ്യാം? റിക്കർഷൻ ഉപയോഗിച്ച് ചെയ്യും. ക്ലിയർ? വി ക്യാൻ ഡു ദീസ് ടൈപ്പ് ഓഫ് ഫംഗ്ഷൻസ് യൂസിങ് റിക്കർഷൻ. You see the function 2. See, look at this function. ഇതാണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. int factorial int n ന്റെ വാല്യൂ 0 ആണെങ്കിലും 1 ആണെങ്കിലും റിട്ടേൺ 1 ചെയ്യുക, അല്ലെ n into factorial of n minus 1. നമ്മൾ ചെയ്യുന്ന എത്രയേ ഉള്ളൂ. n factorial കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഇപ്പോൾ n factorial കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പോൾ എന്ത് വേണം? നമുക്ക് 1 factorial is equal to 1 എന്ന് പറഞ്ഞു കൊടുക്കും, 0 factorial is equal to 1 എന്ന് പറഞ്ഞു കൊടുക്കും. ഇല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക? n factorial is equal to n into n minus 1 factorial. ഇതാണ് പ്രോഗ്രാം ചെയ്യുന്നത്. ഒന്നൊരു പ്രോഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യാം. int fact int n, if n equal to 0 or n equal to 1, return 1. കണ്ടുപിടിച്ചു കഴിഞ്ഞു, ഉത്തരം ആൻസർ is 1. ഇല്ലെങ്കിലോ n into factorial of n minus 1. ഓക്കെ, മെയിനിൽ എന്താ ചെയ്യുന്നത്? ഇതിനെന്താ പറയുന്നത്? ദിസ് ഇസ് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പിംഗ്. എൻ്റർ ദ വാല്യൂ ഓഫ് n, സ്കാൻ ഓഫ് n, factorial is n factorial of n. ഓക്കെ, this the output is enter the value of n 8 എന്ന് കൊടുത്തു, factorial നമുക്ക് കണ്ടുപിടിച്ചു. enter value of n 5 എന്ന് കിട്ടും, 5 equal to 120 എന്ന് കിട്ടും. സെയിം പ്രോഗ്രാം തന്നെയാണ് വർക്ക് ചെയ്യുന്നത്, ബട്ട് യൂസിങ് റിക്കർഷൻ. this is a program of computing factorial using recursion. ഒരു പ്രോഗ്രാം കൂടി ഉണ്ട്, റിവേഴ്സ് എ സ്ട്രിംഗ് യൂസിങ് റിക്കർഷൻ. റിക്കർഷൻ ഉപയോഗിച്ച് സ്ട്രിംഗ് റിവേഴ്സ് ചെയ്യാൻ. സ്ട്രിംഗ് കൊടുത്തു കഴിഞ്ഞാൽ strng എന്ന് കൊടുത്ത് നമുക്ക് തിരിച്ചു വേണം വരാനായിട്ട്. Here also we read the function. This is function prototyping. Read the function. Function length കണ്ടുപിടിച്ചു, str length ഉപയോഗിച്ച് length കണ്ടുപിടിച്ചു, reverse എന്ന ഫംഗ്ഷൻ വിളിച്ചു. This is our function. നമ്മൾ ചെയ്യുമ്പോൾ strrev ഉപയോഗിച്ച് reverse കണ്ടുപിടിക്കുന്നു. This is library function. Here we are writing the same function. Reverse str n minus 1. Int reverse character. This is function declaration. ആദ്യമേ nth value നമ്മൾ strng എന്ന് കൊടുത്തു കഴിഞ്ഞാൽ string. This is a string. സ്ട്രിംഗ് ലെങ്ത് കണ്ടുപിടിച്ചു, ലെങ്ത് ഇവിടെ പാസ് ചെയ്യുന്നുണ്ട്, 2 ആർഗ്യുമെന്റ് പാസ് ചെയ്യുന്നുണ്ട്. അതാണ് ആദ്യം റിട്ടേൺ ചെയ്യുന്നത്. പ്രിന്റ് %str of n. So we are printing the nth value g. Okay.
ഇനി ഇത് വാല്യൂ 0 ആണെങ്കിൽ str അത് വെച്ച് റിട്ടേൺ ചെയ്യാം. ഇല്ലെങ്കിലോ നമുക്ക് n മൈനസ് കൊണ്ട് വിളിച്ചാൽ മതി. സെയിം സ്ട്രിങ് ഇനി അടുത്ത തവണ വിളിക്കുമ്പോൾ strin വരെ വിളിക്കുള്ളൂ. അപ്പോൾ ഉത്തരത്തിൽ n അവസാനത്തെ വാല്യൂ എന്താണ് n പ്രിന്റ് ചെയ്യും. വീണ്ടും വിളിക്കുമ്പോൾ എന്ത് വേണം stri വെച്ചു i വരെ വിളിച്ചു i പ്രിന്റ് ചെയ്തു. അടുത്ത str വിളിച്ചു r പ്രിന്റ് ചെയ്തു. അടുത്ത st വിളിച്ചു t പ്രിന്റ് ചെയ്തു. s വിളിച്ചു s പ്രിന്റ് ചെയ്തു. തിരിച്ച് റിവേഴ്സ് സോൾവ് വന്ന് നോക്കി എന്തൊക്കെ വരും? g വരും, n വരും, i വരും, r വരും, t വരും, s വരും. This is how the program works. നമ്മൾ ഓരോ തവണ വിളിക്കുമ്പോൾ ഫുൾ സ്ട്രിംഗ് വിളിക്കില്ല, ലാസ്റ്റ് സ്ട്രിംഗ് സ്ട്രിപ്പ് ചെയ്തിട്ട് ബാക്കി വിളിക്കും. This is we are calling this function again and again until we reach the last one. Okay, that's enough for today. We'll learn our pointers next class. Okay, I'll tell you the function using recursion once again. Example of 5 factorial itself. So function വിളിക്കുന്ന എങ്ങനെ ആദ്യമേ look at this one. Factorial of 5 ആണ് വിളിക്കുന്നത്. പ്രോഗ്രാം മനസ്സിലായല്ലോ. 0 ഫാക്ടോറിയലോ 1 ഫാക്ടോറിയലോ ആണെങ്കിൽ ഉത്തരം 1 കിട്ടും. ഇല്ലെങ്കിൽ n into n minus 1 ഫാക്ടോറിയൽ ആണ് റിട്ടേൺ ചെയ്യുന്നത്. n ന്റെ വാല്യൂ 5 ആണ്. 5 ആവുമ്പോൾ നമ്മൾ എന്താ വിളിക്കുന്നത്? 5 ആണെങ്കിൽ 5 into 4 ഫാക്ടോറിയൽ വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ we call another function factor 4. ഇവിടെ 4 ആണ് വന്നിരിക്കുന്നത്. 4 into 3 ഫാക്ടോറിയൽ എന്ന് വിളിക്കും. So we call another function factor of 3. Okay, 3 into 2 factorial. Again we call another function factor of 2 എന്ന് വിളിക്കും. Again we call another function the 2 into 1 factorial. ഇവിടെ factor of 1 വിളിക്കും. Factor 1 എന്താ? return 1. Answer is return 1. 1 0 ആണ് return 1 ആ ചെയ്തേക്കുന്നത്. return 1 ചെയ്യും. return 1 ചെയ്യുമ്പോൾ എവിടെ റിട്ടേൺ ചെയ്ത് തിരിച്ച് ഇവിടെ എത്തും. we'll get the answer as 1. ഇവിടെ 2 into 1 2 ആണ്. 2 ഇവിടെ തിരിച്ചു വരും. ഇത് 2 എന്ന് കിട്ടും. അപ്പോൾ 3 into 2 എന്താ വരിക? 6 എന്ന് കിട്ടും. 6 എന്നുള്ളത് ഇവിടെ വരും. Here you get the answer as 6. അപ്പോൾ 4 into 6 വെച്ചാൽ 24 കിട്ടും അല്ലേ? 24 എങ്ങോട്ട് വരും? 24 ഇവിടെ വരും. അപ്പോൾ 5 into 24 എത്ര വരിക? 120 കിട്ടും. 120 you will return back to main. ഇങ്ങനെയാണ് ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത്. Is it clear? Now try to work this problem. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. Okay, let's stop here.